അങ്ങനെ 5 ദിവസത്തെ കണ്ടിന്യൂസ് ഈവനിങ് ഡ്യൂട്ടിക്ക് ശേഷം എനിക്കിന്നൊരു ഓഫ് കിട്ടി. എണ്ണീറ്റത് ഉച്ചയ്ക്ക് 12:30 ആണെങ്കിലും അവിടെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റി ചായ ഇടാൻ വന്നപ്പോഴത്തേക്കും 1 മണിയായി. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ചായയും കുടിച്ചുകൊണ്ടിരുന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, ഫൗസി വല്ലതും ഉണ്ടാക്കി കഴിക്ക് കൊച്ചേ, ഇല്ലെങ്കിൽ വല്ല അസുഖവും വന്ന് ചത്തുപോകുമെന്ന്. മോട്ടിവേറ്റായി. ആ മോട്ടിവേഷനിൽ നേരെ അടുക്കളയിലോട്ട് ചെന്ന് അവിടെ ഇരുന്ന പാത്രമെല്ലാം കഴുകി വെച്ച്. അങ്ങനെ പാത്രം കഴുകലും ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറേ നേരം ആലോചിച്ച് എന്തുണ്ടാക്കുമെന്ന്. അങ്ങനെ എനിക്ക് ഐഡിയ കിട്ടി, മുട്ടക്കറിയും ചോറും. എങ്ങനെയുണ്ട്? ആ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും എനിക്കിഷ്ടമാണ്. പിന്നെ എൻ്റെ ഈ സവാള അരിയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ മാസ്റ്റർ ഷെഫാണെന്ന്. ഒരു തേങ്ങയുമല്ല, എനിക്കങ്ങനെ ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. പിന്നെ ഇതെല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടി. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ഞാൻ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. പിന്നെ കൊള്ളാമെങ്കിൽ എന്താ, കൊള്ളത്തില്ലെങ്കിൽ എന്താ, ആരറിയാൻ. ഇതൊക്കെ കാണുന്ന എൻ്റെ ഒരു വീട്ടുകാരുടെ അവസ്ഥയെ. നേരത്തെ അവർ മാത്രം എന്നെ സഹിച്ചാൽ മതിയായിരുന്നു, ഇപ്പം നാട്ടുകാരും കൂടെ സഹിക്കണമെന്നേ. എന്താ കഥ? അങ്ങനെ ഞാൻ പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ തട്ടിക്കൂട്ട് മുട്ടക്കറിയൊക്കെ അടുപ്പിലാക്കി ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ കൂട്ടുകാരി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഫൗസി നീ എന്തിനാ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്, ഞാൻ വീഡിയോ എടുത്ത് തരത്തില്ലേ എന്ന്. അങ്ങനെ പിന്നെ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെ ചോറ് വെക്കാൻ തുടങ്ങി. കാരണം എനിക്ക് അളവൊക്കെ കാണാപ്പാടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തട്ടിക്കുടഞ്ഞൊക്കെ ഇടുന്നത്. അങ്ങനെ ചോറും അടുപ്പിലാക്കി അവിടെ കുറേ നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് സമയം 3:30 ആയി. എന്നാൽ ഇന്നൊരു അവധി ദിവസമല്ലേ, എന്നാൽ തുണി കഴുകിയിടാമെന്നും പറഞ്ഞ് ലോണ്ടറിയിൽ പോയപ്പം ആകെ 3 വാഷിംഗ് മെഷീനും 30,000 പിള്ളേരും. വാഷിംഗ് മെഷീൻ കിട്ടിയില്ല കഴുകാൻ. ആ മൂഡ് പോയി. പിന്നെ തിരിച്ചു വന്ന് ഞാൻ ഉണ്ടാക്കിയ ചോറും കറിയും റെഡിയായി. അതങ്ങ് കഴിച്ച്. ഹാഹാ, എന്താ ടേസ്റ്റ് എന്നറിയോ? സത്യമായിട്ടും കൊള്ളായിരുന്നേ. അങ്ങനെ വാങ്ങുന്നൊന്നും പറയാനില്ലായിരുന്നു, പക്ഷെ ഓക്കെ ടൈപ്പായിരുന്നു. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ്. ഞാനത് ഒരു മടിയും കൂടാതെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും 4:30-5 മണിയൊക്കെ ആയേ. അപ്പോഴത്തേക്കും കുളിച്ച് നനച്ച് എൻ്റെ ഒരു പെർഫ്യൂം വന്നു, അതൊക്കെ നോക്കിയും കണ്ടു വരുന്ന സമയം 6 മണി 6:30 ആയി. അപ്പം പിന്നെ ഞങ്ങൾ നടക്കാനിറങ്ങി. ഞങ്ങൾ നടന്ന് എത്തിയത് എവിടെ? ജലൂസിൽ. എന്നാൽ പിന്നെ അവിടം വരെ എത്തിയതല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളൊരു ചായ കുടിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ചായയിൽ തുടങ്ങിയതാ, പിന്നെ സ്നാക്സ് ആയി, ജ്യൂസായി, പിന്നെ അതിൻ്റെ ഇപ്പുറത്തേയും കടയിലൊക്കെ കയറി, പിന്നെ പാർക്കിൽ കയറി. ഇതെല്ലാം കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ 9 മണി. പിന്നെ നേരെ തിരിച്ച് റൂമിൽ വന്നു. അപ്പോഴത്തേക്കും 10 മണി. അപ്പോഴത്തേക്കും അടുത്ത ഉറക്കത്തിൻ്റെ സമയമായി. എന്നാൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ, എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.